ചന്ദ്രേട്ടാ ആ റോള് ലാല് ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലാലൊന്നും ചെയ്താൽ ശരിയാവില്ല പറഞ്ഞു. ഒരു തോർത്തും കൊണ്ടുപിടിച്ചിട്ട് കുറേ കരിയൊക്കെ വാരിച്ച് വെച്ചിട്ട് അവിടെ നടക്കണം. ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഞാൻ പോയി. ഒരു കാര്യം ചെയ്യാലേ, ആ റോള് തന്നെ കൊണ്ട് ചെയ്യിക്കാം. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, 10-30 ദിവസം കുളിക്കാനൊന്നും പാടില്ല, പല്ല് തേക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾ രണ്ടും ഒന്നിച്ച് തുടരുന്ന സിനിമയിലെ മമ്മൂട്ടി അടുത്തൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ സാർ സിനിമയിൽ സ്റ്റണ്ടും പാട്ടും ഒക്കെ വെക്കുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷേ ഞാൻ ഡയറക്ടറായ ശേഷം ഒരിക്കലും കമലഹാസനോട് അപ്രോച്ച് ചെയ്തിട്ടില്ല, കമലഹാസനെ വെച്ച് പടങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കാണാറുണ്ട്. അവനെപ്പോഴും പറയും നീ ഭയങ്കര അഹങ്കാരിയാണെന്ന്, എന്നെ വിളിക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനും തിരിച്ചു വരും, നടക്ക എന്നെയും വിളിക്കാമല്ലോ അല്ലേ. പക്ഷെ അങ്ങയുടെ ആദ്യ പാപം എന്ന സിനിമ ഒരു പക്ഷേ ഞങ്ങളുടെ തലമുറയും സ്വാധീനിച്ച സിനിമയാണ്. ഈവൻ റെഡ് ലൈറ്റ് ഏരിയയിലൊക്കെ പോയിട്ട് വരെ ഹീറോയിനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഒരു 600-700 പെണ്ണുങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടാവും. This episode is powered by മേളം കറി പൗഡർ. പി ചന്ദ്രകുമാർ എന്ന പേര് ഒരു പക്ഷേ മലയാള സിനിമ അല്ലെ തെന്നിന്ത്യൻ സിനിമ വല്ലാതെ ആഘോഷിക്കുന്ന, കേട്ടാൽ വളരെ ബഹുമാനിക്കുന്ന ഒരു പേരാണ്. എനിക്ക് തോന്നുന്നു 170ഓളം സിനിമകൾ സംവിധാനം ചെയ്ത, ഇതിനേക്കാൾ കൂടുതൽ സിനിമകൾ സംവിധാനിക്കും ഐ വി ശശി സാർ ഇതിനേക്കാൾ കൂടുതൽ സിനിമ ഇല്ല സാറിൻ്റെതാണ് റിപ്പോർട്ട്. ആരുമില്ല. അവരൊന്നും 140 കടന്നില്ല. 170 സിനിമ. എനിക്ക് തോന്നുന്നു ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടായിരിക്കും, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. 14 വയസ്സിൽ തുടങ്ങിയ സിനിമാ ജീവിതം അല്ലേ സാർ? ലാലേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും നിർണായകമായിട്ട് ടേണിംഗ് പോയിന്റ് സാർ കാരണം ഉണ്ടായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉയരും ഞാൻ നാടകം അല്ലേ? അത് എനിക്കറിയില്ല. അല്ല, ഉയരും ഞാൻ നാടകമല്ല. സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിനിമ ലാലിലൂടെ ഞാൻ പിറന്ന നാട്ടിൽ പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിന് മുമ്പ് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല ഡയറക്ടർ, വേറെ ഡയറക്ടേഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഒരു പടത്തിന് വേണ്ടിയിട്ട് മോഹൻലാലിനെ പറഞ്ഞപ്പോൾ എനിക്ക് മോഹൻലാലിനെ പരിചയമില്ലായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ പോകുമ്പോൾ ഒന്ന് കാണാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി. അപ്പോൾ ലാലു വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തു വൈകുന്നേരം വരെയും വന്നില്ല. ഞാൻ വൈകുന്നേരം എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പാട്ടിൽ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ലാലിന് ടെൻഷനായി. ലാല് പിറ്റേ ദിവസം മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ കാണാൻ വരാൻ പറഞ്ഞു, ഒന്നില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജുവിനെയും കൂട്ടിയിട്ട് എന്നെ കാണാൻ വന്നു. കാരണം ക്യാപ്റ്റൻ രാജു എൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ രാജു ഉണ്ടെങ്കിൽ ഒരു ബാക്കിങ് സപ്പോർട്ടിന് ഒരാൾ വേണമല്ലോ. അങ്ങനെ ക്യാപ്റ്റൻ രാജുവിനെയും കൂട്ടിയിട്ട് വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് ക്യാപ്റ്റൻ രാജു പറഞ്ഞു, സാർ നല്ല പയ്യനാണ് സാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. ഞാൻ ഞാൻ തെറ്റിദ്ധരിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, അത് അന്ന് വേറെ എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റാത്തതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറന്ന നാട്ടിൽ പറഞ്ഞ സിനിമ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ PM താജായിരുന്നു. അപ്പോൾ PM താജും എൻ്റെ കൂടെ വന്ന് ചേർന്നിട്ട് ഒരു ആദ്യത്തെ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ 2ാമത്തെ സിനിമയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഉയർഞ്ഞ നാടകയുടെ പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുക്കാൻ വേണ്ടി എന്നെ കാണാൻ വരികയാണ്. അവർ കാണാൻ വന്നപ്പോൾ അവരിങ്ങനെ വന്നു. അപ്പോൾ കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് K. പാനൂരിൻ്റെ കുറേ ലേഖനങ്ങളുണ്ട്, അതാണ് കൊണ്ടുവരുന്നത് കയ്യിൽ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കണം, അല്ല കഥയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വായിച്ചു നോക്കട്ടെ. ഞാനും താജും കൂടി ഡിസ്കസ് ചെയ്ത് താജ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാൽ ഇതൊക്കെ അവിടെ കേട്ടുകൊണ്ടിരുന്നു. എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ലാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഡിസ്കഷൻ നടക്കേണ്ട പ്രൊഡ്യൂസർ ദിവസം വരുന്നുണ്ട്, എന്നെ കാണാൻ പോകുന്നുണ്ട്. വൈകുന്നേരം ഞാൻ ഡിസ്കഷന് പോകുന്നുണ്ട്. അപ്പോൾ ലാൽ ചോദിച്ചു താജിനോട്, ആരാണ് ആ റോള് ചെയ്യുന്നത്? പറഞ്ഞു ചന്ദ്രേട്ടൻ അത് രതീഷിനെ വിളിച്ച് പറഞ്ഞു, രതീഷാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞു അത് ഞാൻ ചെയ്യാം, നന്നായിരിക്കും, ഞാൻ ചെയ്യാം, എനിക്ക് ആ റോള് കിട്ടിയാൽ കൊള്ളായിരുന്നു പറഞ്ഞു. അത് എനിക്കറിയില്ല, ചന്ദ്രേട്ടൻ രതീഷിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാണെന്ന് പറഞ്ഞു. താജൊന്നും പറയുന്നു പറഞ്ഞു. അങ്ങനെ താജ് എന്നോട് ഒന്ന് പറഞ്ഞു, ചന്ദ്രേട്ടാ ലാലിങ്ങനെ ആ റോള് ലാല് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലാലൊന്നും ചെയ്താൽ ശരിയാവില്ല പറഞ്ഞു. ഞാൻ അത് കറുത്തിട്ടുള്ളൊരു ട്രൈബൽക്കാരൻ, ആദിവാസിയാണ്, അതിന് പറ്റിയത് രതീഷ് തന്നെയാണ്. അവന് ആ ഒരു ലുക്കുണ്ട്, പെക്യുലറായിട്ടുള്ള അവൻ്റെ കണ്ണും ഒക്കെ ഒരു ഇതാണ്, അവനാണ് നല്ലത്, അത് മതി, അവനോട് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചന്ദ്രേട്ടൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ലാൽ എന്നോട് ഒന്ന് ചോദിച്ചു പിറ്റേ ദിവസം,
ചന്ദ്രേട്ടാ ആ റോൾ എനിക്ക് തരുമോ, ഞാൻ ചെയ്യാം, നന്നായി ചെയ്യാമെന്ന്. ഞാൻ ഒന്നും ശരിയാവില്ല, നീ എങ്ങനെ വെളുത്ത പന്നിക്കുട്ടി, നീ അങ്ങനെ ഈ ആദിവാസി റോളൊക്കെ ചെയ്യാൻ പറ്റുക, എൻ്റെ സ്കിൻ ടോൺ തന്നെ വ്യത്യാസമില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. നമ്മളില്ല എന്നാലും ഞാൻ നന്നായി ചെയ്യാം, മേക്കപ്പ് ചെയ്താൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഒരു തോർത്ത് മുണ്ട് എടുത്തിട്ട് കുറേ കരിയൊക്കെ വാരി തേച്ചിട്ട് അവിടെ നടക്കുന്നു. അപ്പോൾ ഞാൻ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഞാൻ പോയി. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻസിനോട് ചോദിച്ചു, എന്താ അത് ലാലിങ്ങനെ കരിയൊക്കെ വാരി തേച്ച് നടക്കണം, എന്താ സംഭവം ചോദിച്ചു. അത് ചന്ദ്രേട്ടനെ കാണിക്കാനാണ്, ആ റോളിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിരി വന്നു. ഞാനൊന്നും മിണ്ടില്ല, സീരിയസ് ആയിട്ടൊന്നും ഒന്നും മിണ്ടിയില്ല. ഞാൻ എന്നിട്ട് മിണ്ടാതെ പോയിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോവാ, എൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് അന്ന് എടുക്കാനുള്ള ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഒന്ന് നടന്നു 2 പ്രാവശ്യം. അപ്പോൾ ഞാൻ നോക്കുന്നില്ല, എനിക്കറിയാൻ നടക്കുന്നുണ്ടെന്ന്, ഞാൻ മൈൻഡ് ചെയ്തില്ല, നോക്കിയില്ല. അപ്പോൾ അവൻ ചന്ദ്രേട്ടാ ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ നോക്കി, കണ്ടു. എന്തത് ഫാൻസി ഡ്രസ്സോ, എന്താ സംഭവം മനസ്സിലായില്ല പറഞ്ഞു. ചന്ദ്രേട്ടൻ നോക്കിയിട്ട് പറയാം ഞാൻ എങ്ങനെയുണ്ട് വേഷത്തിൽ. ഞാൻ പരമ പോറായിട്ടുണ്ട്, ഇനിയിപ്പോൾ പോയിട്ട് ഇൻസ്പെക്ടറെ വേഷിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ അതിൽ പോലീസ് ഓഫീസറാണ്. അവൻ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോയി മിണ്ടാതെ പോയി യൂണിഫോം ഒക്കെ ഇട്ട് വന്നു. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മൊത്തം നോക്കുന്നില്ല, ഡയലോഗ് ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, കൂടുതൽ എൻ്റെ അടുത്ത് അടുക്കുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് റോല് അവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും സോമേട്ടനുണ്ട്. സോമേട്ടനെ ഞാനിങ്ങനെ അടുത്തടുത്തിരുന്ന് ആഹാരം കഴിക്കണു. അവർ ലാലേ ബാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് വിളിച്ചു. ഇല്ല ഞാൻ ഇവിടെ ഇരുന്നു, നീ വാങ്ങിട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിണക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ പിന്നെ ഇവിടെ വന്നിരുന്നു. അടുത്ത നേരം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ലാലേ, ആ റോള് തന്നെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, 10-30 ദിവസം കുളിക്കാനൊന്നും പാടില്ല, പല്ല് തേക്കാനും പാടില്ല. അപ്പോൾ എനിക്ക് പല്ല് തേക്കണമെന്ന് വലിയ താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ കുറേ മണ്ണും ചളിയൊക്കെ വാരി തേക്കും, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ നീ ഞങ്ങളുടെ കൂടെ ഇരിക്കാനൊന്നും പാടില്ല. അവിടെ ഒരു 10-100 ആദിവാസികൾ ഒറിജിനൽ വരും, അവരുടെ ഇടയിലിരിക്കണം, അവരെ പോലെ ഇരുന്ന് അവരുമായിട്ട് ഇഴുകിച്ചേരണം. ചെയറിലിരിക്കുക, തമാശ പറയുക, ഇതൊന്നും പറ്റില്ല. അവിടെ വന്നാൽ നീ ആദിവാസിയാണ്, ഞങ്ങളുടെ ആരെയും കൊടുത്ത് സംസാരിക്കാൻ നോ കമൻസ് നത്തിങ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വേണം ചെയ്യുക, ഇപ്പം ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല, കാട്ടിനുള്ളൊക്കെ നീ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെരുപ്പില്ലാതെ തന്നെ വേണം, കാരണം അത് ശീലിക്കണം. കാലിൽ മുള്ളൊക്കെ കുത്തിയാലും ആദിവാസികൾ നടന്ന് പോണ പോലെ നീ പോകാൻ ശീലിക്കണം, അവർ കൂടെ നടന്ന് ശീലിക്കണം. അത് സമ്മതിച്ചു വന്നു. പിന്നെ അയാൾ മോഹൻലാൽ പറഞ്ഞതിനേക്കാൾ ഇരട്ടി അവൻ ഹാർഡ് വർക്ക് ചെയ്തു. അവിടെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. കാലിലൊക്കെ മുള്ളൊക്കെ കുത്തി ചോരയിൽ അഭിഷേകമായിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് പറയും പാവം കാലിൽ ചോര വരുന്നത്. ഞാൻ പറയും അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയും. ആ ഡെഡിക്കേഷനാണ് അദ്ദേഹത്തെ ഇന്ന് അതന്നെയാണ് അന്ന്. അതാണ് മോഹൻലാൽ ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രം അന്ന്. ആദ്യത്തെ മോഹൻലാൽ കിട്ടുന്ന ഏറ്റവും നല്ല കഥാപാത്രം അതായിരുന്നു. പിന്നെ അതിന് ശേഷം മോഹൻലാൽ വലിയ ആക്ടറായി. ആ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾ രണ്ടും ഒന്നിച്ച് തുടരും സിനിമയിലെ. മമ്മൂക്കയായിട്ടോ? മമ്മൂട്ടിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അതൊരു അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്നെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാനല്ലാന്ന് എനിക്കറിയാം. എന്നാലും അവസാനം എൻ്റെ പേരിലാണ് അത് മുഴുവൻ കിടക്കുന്നത്. അതെന്തുണ്ടായെന്ന് പറഞ്ഞാൽ അത് ഞാൻ സംഭവം പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസ് മനോരമയിലുണ്ടായിരുന്നു. യേശുദാസ് പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു, ചന്ദ്രൻ ഞാനൊരാളെ അയക്കുന്നുണ്ട്, ഒരു റോള് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അന്ന് ആ കൊല്ലം എനിക്ക് 14 സിനിമയുണ്ട്. അതും ഈ സംഭവം സിനിമയിൽ 45 ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റ് ഉണ്ട്. സാറ്, നസീർ സാറ്, സോമൻ, സുകുമാരൻ, ഭാസ്കർ മാഷ് അഭിനയിക്കണു, ശങ്കരാടി, KP ഉമർ, ബാലൻ നായർ, എല്ലാവരും ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ശ്രീവിദ്യ, സീമ, അംബിയ, പ്രമീള, അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഉണ്ട്. സുരേഖ ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ പടമാണത്. അപ്പോൾ ഞാൻ അന്ന് സത്യൻ അസിസ്റ്റൻ്റ്, ആണ്ടകൂട്ടൻ ക്യാമറാമാൻ. അപ്പോൾ ആദ്യം അതിന് സ്ക്രിപ്റ്റ് എഴുതിയത് ഷെരീഫായിരുന്നു. പിന്നെ ഷെരീഫ് എഴുതിയത് മാറ്റിയിട്ട് പിന്നെ കലൂർ ഡെന്നിസും ജോൺ പോളും കൂടിയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു. ഈ 3 പേരും കൂടി. അപ്പോൾ ഇവരൊക്കെ കൂടി വുഡ്ലാൻഡ്സിൽ എൻ്റെ റൂമിൽ ആ കോർണറിൽ 305 സൂട്ട് റൂമുണ്ട്, അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണം. പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് മറ്റേ മമ്മൂട്ടി വന്നു. ബെല്ലടിച്ചു. പറഞ്ഞു വന്നപ്പോൾ ലെറ്റർ യേശുദാസിൻ്റെ കത്തുണ്ടായിരുന്നു, കൊണ്ടുവന്ന് ഞാൻ വായിച്ചു. ഞാൻ സത്യൻ്റെ കത്ത് കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു ഇരിക്കൂ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് പറ്റി പറഞ്ഞാൽ ജോൺ പോളോടോ തന്നെ എനിക്കറിയാം, താൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ചു. മഹാരാജാസിൽ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞു. മമ്മൂട്ടി വളരെ ഒന്നും ചിന്തിക്കില്ല, പ്രാക്ടിക്കലി ചിന്തിക്കില്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. തോന്നുന്നത് പുള്ളിക്ക് തോന്നുന്നു അപ്പം പറഞ്ഞിരിക്കും. അതിൻ്റെ ഭവിഷ്യത്തുണ്ടെന്നോ ഒന്നും ചിന്തിക്കുന്ന സ്വഭാവമില്ല, ഇപ്പോഴും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ്. അപ്പോൾ പുള്ളി വളരെ കൂളായിട്ട് ഞങ്ങൾ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇതിൽ KP മുറിൻ്റെ മകനായിട്ടൊരു റോളുണ്ട്, അത് കുറച്ചൊരു നെഗറ്റീവ് റോളാണ്, ബട്ട് നല്ല റോളാണ്, ചെയ്തോളൂ. ഇത് കഴിഞ്ഞാൽ ഇത് 10-ാം തീയതി കഴിയും, അടുത്ത മാസം 10-ാം തീയതി കഴിയും. 16-ാം തീയതി ഞാൻ പീരുമേട്ടിലൊരു ഷൂട്ടിങ് തുടങ്ങുകയാണ്. അതിൽ 2 ഹീറോസാണ്, അതിലൊരു റോള് നിങ്ങൾ ചെയ്തോ. അത് ജോൺ പോള സ്ക്രിപ്റ്റ് എഴുതണം, അതും പ്രോമിസ് ചെയ്യണം. അത് 15 ദിവസത്തെ ഷൂട്ടിങ്ങിൽ ആ പടം തീരും. അത് കഴിഞ്ഞാൽ 1-ാം തീയതി വീണ്ടും നമ്മളിവിടെ തുടങ്ങും, ഷൊർണൂർ RS പ്രഭുവിൻ്റെ സിനിമ അവതാരം, അതിലും ഒരു റോള് പ്രോമിസ് ചെയ്യണം. അങ്ങനെ 3 റോളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം കിട്ടുക, ശരി സാർ ചെയ്യാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അടുത്തത് മമ്മൂട്ടി സാർ ഞാൻ ഈ 3 സിനിമയും ചെയ്തു തരാം. അങ്ങനെയായി. അപ്പോൾ 3 സിനിമ ചെയ്തു തരാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് സിനിമ ഉണ്ടാക്കിക്കൂടാ. അപ്പം അത് ജോൺ പോളിന് ഇഷ്ടപ്പെട്ടില്ല. ചാൻസ് ചോദിച്ചു, കത്തും കൊണ്ടുവന്നു. ആദ്യത്തെ ചോദ്യം എങ്ങനെയായി പോയി. ജോൺ പോൾ ഇങ്ങനെ തമ്മിൽ മോത്രം പോകുന്നുണ്ട്. ഞാൻ ഒന്നും റിയാക്ട് ഇല്ല, ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ആലോചിക്കാം, നമ്മളിപ്പോൾ കണ്ടല്ലേ, നമുക്ക് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി അടുത്തൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ സാർ സിനിമയിൽ സ്റ്റണ്ടും പാട്ടും ഒക്കെ വെക്കണം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ജനങ്ങൾ സിനിമ കാണാൻ വരുന്നത് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു മുതലാളിയെ തല്ലാൻ പറ്റാത്തത് പ്രേമനശ്വർ തൊഴിലാളിയായിട്ട് അഭിനയിച്ചിട്ട് KP പറഞ്ഞ് തല്ലുമ്പോൾ അവർക്ക് സന്തോഷം, അത് കാണാനാണ് അവർ വരുന്നത്. സിനിമ പിന്നെ എൻ്റെ സിനിമ ഇതുവരെ എല്ലാം കമേഴ്സ്യലാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സാരും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തുണി വിരിച്ചിരിക്കുന്നില്ല, എല്ലാവരും സേഫായിട്ടേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഞാൻ സിനിമ കച്ചവടം കൂടിയാണെന്ന് ധരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു. ശരി, ആ സ്വാമിയെ വിളിച്ച് ചായയും ഉഴുന്നോടെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ജോൺ പോളും കലൂർ ഡെന്നീസും സത്യനന്ദിക്കാടും ആനന്ദക്കുട്ടനും ഒക്കെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഞാനും മമ്മൂട്ടിയും മാത്രം ബാക്കിയായി. കാരണം അവർക്ക് ഈ ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾ ചാൻസ് ചോദിച്ച് വന്ന അത്രയൊക്കെ സംസാരിക്കണം. വളരെ സിൻസിയറായി സ്ട്രേറ്റ് ഫോർവേഡ് പറയേണ്ട കാര്യം പറഞ്ഞു. അത് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ ചാൻസ് ചോദിച്ചു വന്നാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് പോയി. ആഗ്രഹം കൂടിയാണത്, ആഗ്രഹം കൂടിയാണ്. അല്ല, പുള്ളി വന്ന ടൈമിലല്ലേ, അപ്പൊ ആ പുള്ളിയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. പിന്നെ അന്ന് പുതിയതായിട്ട് വരുന്ന സിനിമയിൽ പലർക്കും സിനിമയുടെ തലയിലേക്ക് മാറ്റണം എന്നൊക്കെ ആഗ്രഹം വരുമല്ലോ. ഇവിടെ ആർക്കും ഒരു സിനിമയും തലയിലേക്ക് മാറ്റാൻ പറ്റില്ല, നമുക്കറിയാം. ഞാൻ ഇത്രയും കാലമായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയുന്നു മാത്രം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ചായ ഒന്നും കുടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചായയും കാപ്പി എടുത്തിട്ട് അകത്തേക്ക് പോയി ജോൺ പോളിനൊക്കെ കൊടുക്കാൻ. പോയപ്പോൾ ചന്ദ്ര അവനെ പറഞ്ഞുവിടെ, ഇതിൻ്റെ ആവശ്യമുണ്ടോ, എന്നെ സിനിമ പഠിപ്പിക്കണം, നീ കേട്ടുകൊണ്ടിരിക്കണം, ഇതെന്താ ഇത് എന്നൊക്കെ പറഞ്ഞു. പോട്ടെ അതൊന്നല്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് സത്യത്തിൽ മമ്മൂട്ടിയും കേൾക്കുന്നുണ്ട് ആ പറയുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. വന്നു, അവസാനം ചായ കുടിച്ചുകൊണ്ട് ശരി ഞാൻ നാളെ രാവിലെ വണ്ടി അയക്കാൻ പോയിക്കൊള്ളട്ടെ പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ ഈ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട. ഉടനെ യേശുദാസിനെ ഫോൺ ചെയ്യണു, യേശുട്ടാ ചന്ദ്രനെ അയാൾ സിനിമ പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് യേശുവേട്ടനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവരൊക്കെ കൂടിയിട്ട് അറ്റാക്ക് ചെയ്തു. യേശുവേട്ടൻ പറഞ്ഞു ഐ എം സോറി ചന്ദ്ര, ക്ഷമിക്കണം, എനിക്കറിയില്ല, അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് യേശുവേട്ടൻ എന്നോട് മാപ്പ് പറയണം. ഞാൻ വിട്ടു. അതിനുശേഷം പിറ്റേ ദിവസം ആ റോളിനെ കൊച്ചിൻ ഹനീഫിനെ വിളിച്ചു, മമ്മൂട്ടിനെ വിളിച്ചില്ല. കൊച്ചിൻ ഹനീഫ് വന്ന് അഭിനയിച്ചു. അതിനുശേഷം ബാക്കി പിന്നെ അവൻ പറ്റില്ല, അവൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് ആയിരുന്നു ജോൺ പോൾ ആയിരുന്നു, ആരതി. അപ്പോൾ അതിലേക്കും മമ്മൂട്ടി വന്നില്ല. അങ്ങനെ അന്ന് ഞങ്ങൾ ശത്രുക്കളായി. അതിനുശേഷം ഇവരെല്ലാവരും കലൂർ ഡെന്നീസും ജോൺ പോളും സത്യനന്ദിക്കാടും ആനന്ദക്കുട്ടനും ഇവരൊക്കെ മമ്മൂട്ടിയെ വെച്ചിട്ട് പടങ്ങൾ എടുത്തു. ഞാൻ മാത്രം ബാക്കിയുണ്ട് ഇപ്പോഴും. അപ്പൊ ഇത് മമ്മൂക്ക കണ്ടിട്ട് നമുക്കായിട്ടൊരു പടം ചെയ്യാനുള്ള അവസരം ഈ ഇന്റർവ്യൂ മുഖേന ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കമൽഹാസൻ സർ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അങ്ങനെ അതെന്താ വെച്ചാ കമൽഹാസൻ ഡാൻസർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്കറിയും. അപ്പോൾ കമൽഹാസൻ അറിയുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ നടക്കാൻ വരും തേനാമ്പേട്ടയിൽ നിന്ന്.
അപ്പോൾ പാണ്ഡ്യ ബസാറിലാണ് ഞാൻ താമസിക്കുന്നത്. പാണ്ഡ്യ ബസാറിൽ അപ്പോൾ അവിടെ അന്നാണ് ഞാൻ ശാസ്ത്രം ജയിച്ചു മനസ്സിൽ തൊട്ട് കൊണ്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എ.ബി. രാജ് ഡയറക്റ്റ് ചെയ്തിട്ട് വാസുദേവൻ്റെ പടം, ടി വാസുദേവൻ്റെ പടം, അത് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ക്യാമറാമാനായിട്ട് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ബാലു മഹേന്ദ്രയായിരുന്നു. അങ്ങനെ ബാലു മഹേന്ദ്രയായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ബാലു മഹേന്ദ്രയും വൈകുന്നേരം ആയപ്പോൾ പടങ്ങളൊന്നും ഇല്ല, വൈകുന്നേരം നടക്കാൻ വരും. അപ്പം പുള്ളി തോളിലൊരു സഞ്ചിയൊക്കെ ഇട്ടിട്ട് വരും, കമലഹാസനും വരും, ഞങ്ങൾ മൂന്നുപേരും കൂടി അവിടെ പാണ്ഡ്യ ബസാറിൽ തെക്കുംമടം നടക്കും. തെക്കുംമടം നടക്കുമ്പോൾ അവിടെ ഒരു ഭഗവതി വിലാസം പറഞ്ഞിട്ട് ചായക്കടയുണ്ട്, അവിടെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു ചായയും 2 ബിസ്ക്കറ്റും ഒക്കെ എല്ലാവരും കഴിക്കും. കാരണം ആരെങ്കിലും കൊടുക്കാൻ കാശൊന്നും ഉണ്ടാവില്ല, മാസം അക്കൗണ്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കമലഹാസൻ അവിടെ നിന്ന് 5-10 മിനിറ്റ് നടന്നാൽ അവൻ്റെ വീടെത്തും. ബാലുമഹേന്ദ്ര ഒരു ബസ്സിൽ കയറി പോകും. അങ്ങനെയാണ് കമലഹാസനെ ബാലുമഹേന്ദ്ര പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ബാലുമഹേന്ദ്രയുടെ പടങ്ങളിൽ കമലഹാസൻ വർക്ക് ചെയ്തത്. അപ്പോൾ അന്നോട്ടിട്ട് ഞാൻ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ്റെ സിനിമയിൽ വിശ്വംഭരൻ്റെ സത്യവാൻ സാവിത്രിയിൽ നീ എൻ്റെ ലൈരിലൊക്കെ ഞാൻ തന്നെ കമലഹാസനെ കൊണ്ട് പരിചയപ്പെടുത്തൊക്കെ. അപ്പോൾ കമലഹാസൻ പറയും നീ ഉണ്ടെങ്കിലേ ഞാൻ വർക്കുള്ളൂ, നീ വേണം കൂടെ എന്ന് പറയും. പക്ഷേ ഞാൻ ഡയറക്ടറായ ശേഷം ഒരിക്കലും കമലഹാസനോട് അപ്രോച്ച് ചെയ്തിട്ടില്ല, കമലഹാസനെ വെച്ച് പടങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ തമ്മിലിപ്പോഴും കാണാറുണ്ട്. അവനെപ്പോഴും പറയും നീ ഭയങ്കര അഹങ്കാരിയാണ്, എന്നെ വിളിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനും തിരിച്ചു വരും, നടക്ക എന്നെയും വിളിക്കാമല്ലോ അല്ലേ, അതിനൊന്നും വേറെ ആരും ആവശ്യമില്ലല്ലോ നമ്മൾ തമ്മിൽ വിളിക്കാൻ എന്ന് പറയും. അപ്പോൾ അവൻ ചിരിക്കും മിണ്ടാതെ. അത്ര ഞങ്ങളിപ്പോഴും അതേ ബന്ധങ്ങൾ തുടരുന്നു. കമലഹാസനെയൊക്കെ ഇടപെടാന്ന് വിളിക്കാവുന്ന അല്ല, ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണ്. പിന്നെ അന്ന് കുട്ടിക്കാലത്ത് ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഈ സിനിമ ഇപ്പം നമുക്കിപ്പം ചെന്നൈ പോകാതെ നമുക്ക് സിനിമ തീർക്കാം. ഈ ചെന്നൈ പട്ടണം അല്ലെങ്കിൽ കോടമ്പാക്കം, ആ ഒരു കാലഘട്ടം ഏറ്റവും അധികം എൻജോയ് ചെയ്തതും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കരമായി കരിയറിൽ ചേർത്ത് പിടിച്ച ആൾക്കാരാണല്ലോ നിങ്ങൾ, അല്ലേ? കാലം മാറിയത് എങ്ങനെ? അല്ല, ഞങ്ങൾക്ക് സത്യത്തിൽ കാലം മാറിയത് അറിഞ്ഞിട്ടില്ല. എന്താ കാരണം വെച്ചാൽ കുറച്ചായിട്ടാണ് അവിടെ നിന്ന് മാഞ്ഞു പോയത്. ഒറ്റയടിക്ക് ഒരു ദിവസം മാഞ്ഞു പോയില്ല. കുറച്ച് മെല്ലെ തെലുങ്ക് മെല്ലെ പോയി. അതുവരെ ദിവസവും രാവിലെ NT രാമറാവിനെയും നാഗേശ്വര റാവുവിനെയും ഞാൻ ദിവസവും രാവിലെ കാണുമായിരുന്നു. എല്ലാം ചെന്നൈയിലായിരുന്നു. എല്ലാം ചെന്നൈയിലായിരുന്നില്ല. നമ്മൾ കോടമ്പാക്കം ബ്രിഡ്ജിൽ നിൽക്കുകയാണെങ്കിൽ, കോടമ്പാക്കം ബ്രിഡ്ജ് വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഉണ്ട്. ബ്രിഡ്ജിൽ നിന്നാൽ കംപ്ലീറ്റ് ആൾക്കാർ അതിലേ വേണം പാസ് ചെയ്ത് പോകാൻ. സോ സൗത്ത് ഇന്ത്യൻ എല്ലാ ആക്ടേഴ്സിനും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ബംഗാളി, ചില സമയത്ത് ഹിന്ദിയും. എൻ്റെ അമ്മ സ്റ്റുഡിയോകളിൽ ഹിന്ദിയിലെ കുറച്ച് നടന്മാരുടെ പടങ്ങള് സൗത്തിലെ ഷൂട്ടിങ് നടക്കുള്ളൂ. ജിതേന്ദ്ര, അങ്ങനെ കുറച്ച് നടന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സ് തെലുങ്കന്മാരും തമിഴന്മാരുമാണ്. അപ്പോൾ അവരുടെയൊക്കെ പടങ്ങൾ മുഴുവൻ നടക്കുന്നത് ചെന്നൈയിലായിരിക്കും. അവർ അവിടെ വർക്ക് ചെയ്യില്ല. അവിടെ രാജ് കപൂറും സുനിൽ ദത്തും അവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജിതേന്ദ്രയും ബാക്കി ചെറിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ. കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ അവരുടെ പ്രൊഡ്യൂസേഴ്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, ഇവരുടെ പ്രൊഡ്യൂസേഴ്സൊക്കെ സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന ഹിന്ദി പടങ്ങൾ മുഴുവൻ മിക്കവാറും ചെന്നൈയിലാണ് നടന്നിരുന്നത്. നാഗിറെഡ്ഡി അവരൊക്കെ വാഹിനി സ്റ്റുഡിയോയിലൊക്കെ എടുത്തുകൊണ്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടുന്ന് ഈ സിനിമ മാറിപ്പോയത് സത്യത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നീടാണ് നമുക്കറിയുന്നത് മലയാള സിനിമ ഇല്ല ഇവിടെ എന്നല്ല. ഞങ്ങൾ മാത്രമേ ബാക്കിയായി. തമിഴ് സിനിമ മാത്രം ബാക്കിയായി. ഈ 176 സിനിമകൾ ചെയ്തതിൽ എനിക്കിപ്പം അങ്ങയുടെ സിനിമ ഇപ്പം ഞാൻ ഒരുപക്ഷെ അങ്ങ് സിനിമ ചെയ്തു തുടങ്ങി ഒരു 10-12 വർഷം കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ ഞാനൊക്കെ ജനിച്ചത് തന്നെ. പക്ഷെ അങ്ങയുടെ ആദ്യ പാപം എന്ന സിനിമ ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയും സ്വാധീനിച്ച സിനിമയാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും എന്നോട് പലരും ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറിൻ്റെ മറ്റ് സിനിമകൾ ഏതാണെന്ന്. ഇപ്പം നമ്മൾ ചിലപ്പം സാർ വരുന്നു പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ സാറിൻ്റെ സിനിമകളായിരുന്നല്ലോ, അയ്യോ ഇതില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ഇതിന് മുൻപേ അറിയാവുന്ന ഒരു സിനിമ ആദ്യ പാവം. എനിക്കൊന്നും ഒരു സോഫ്റ്റ് പോൺ മൂവി എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് ഇവിടുത്തെ ആൾക്കാർ അതിനെ മുച്ചകുത്തി എന്നല്ലാതെ അത് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. പിന്നെ എങ്ങനെ അതിന് സോഫ്റ്റ് പോൺ മൂവി എന്ന് വിളിക്കാൻ പറ്റുക? കാരണം 5 പള്ളിയിലച്ചന്മാരിരുന്ന് കണ്ടിട്ടാണ് സർട്ടിഫൈ ചെയ്തത്. കാരണം ബൈബിൾ ബേസ്ഡ് സബ്ജക്റ്റാണ്. സോ വെറുതെ അവർക്ക് യൂസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. പള്ളിയിലച്ചന്മാരെ കൊണ്ട് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ മൂവി എന്നാണ് പറഞ്ഞത് അവർ. അത് മനുഷ്യന്റെ ഇമോഷനെ വെച്ച് ചില സിനിമകൾ വരുമ്പോൾ അത് കാലത്തെ അതിജീവിച്ചു. എത്ര വർഷമായി സാർ ആദ്യ ബാബു ഇറങ്ങി? അത് 86-86 ഞാൻ ഓർക്കുന്നത്. 87 ആയിരിക്കും. കാരണം ഞാനത് ഓർക്കുന്നത് എപ്പോഴും ഒരു കോമഡി പറയാറുണ്ട്. എന്താ കോമഡി വെച്ചാൽ ആദ്യ ഭാഗം റിലീസായി 88 റിലീസായി. 88 റിലീസായത്. 87 ഷൂട്ടിങ് തുടങ്ങി. 88 റിലീസായ സമയത്താണ് എനിക്കൊരു മോൻ ജനിച്ചു. അപ്പോൾ ആദ്യ ഭാഗം റിലീസായോട് കൂടിയിട്ട്
പിന്നെ മെർലാൻഡുകാർക്ക് ഇവർക്കൊക്കെ ഞാൻ ഓരോ പടം ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും പടം വേണമെന്നിട്ട് ഇങ്ങനെ പുതുമുഖം മതിയല്ലോ, അപ്പോൾ ആർട്ടിസ്റ്റ് വേണ്ടെന്നുള്ള നിലയിൽ അതുകൊണ്ട് എല്ലാവരും ഓടി വരാൻ തുടങ്ങി. സബ്ജക്റ്റാണ് ഹീറോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ നാനക്കാർ പത്രത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ ഒരു കോമഡി ഉണ്ടായത് എന്താ വെച്ചാൽ, വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൻ അപ്പോൾ ഒരു 8-9 മാസം 1 വയസ്സായി തോന്നുന്നു എൻ്റെ മോന്. അവനിങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി, നടന്നു പോയി. അപ്പോൾ അവർ നോക്കി ആ സാറിന് മോനെ വെച്ചാൽ അതേപോലെ അവൻ നടന്നു പോയി. അവൻ തിരിച്ചു വരുമ്പോൾ ഡ്രസ്സില്ലാതെ നടന്നകത്തേക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അവനകത്ത് പോയി. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു, പുറത്ത് പോയി. അവൻ ആ ഊരി കളഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് പോയി. അപ്പോൾ അവരിങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, ആദ്യഭാഗം സമയത്ത് ജനിച്ച കുട്ടിയാണ്. അവരുണ്ടല്ലോ അത് കേട്ടിട്ട് എന്നിട്ട് ഓടി. എങ്ങനെ സാറിന് പറയാൻ കഴിയും? അതിനുശേഷമാണ് ഇണ വന്നതെന്ന് തോന്നുന്നല്ലേ സാർ? ഇണ അതിനുശേഷമാണ് തോന്നുന്നു. അതെ അല്ലേ, അതൊരു ട്രെൻഡ് സെറ്ററായി അല്ലേ? അതെ. അത് നമുക്ക് ഞാൻ ചെയ്ത പ്ലസ് പോയിന്റ് എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ അതിനു മുമ്പ് കുറേ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാടകം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ വെച്ച് PC 369 അല്ല അത് ചെയ്തിട്ടില്ല, അതിനു മുമ്പാണ്. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു പടം എടുക്കണം, ആർട്ടിസ്റ്റ് ഒന്നും പാടില്ല, പടം എടുത്ത് സൂപ്പർ ഹിറ്റ് ആക്കണം എന്നതിൻ്റെ വാശിയായിരുന്നു. അപ്പം അതിനെ പറ്റിയൊരു സബ്ജക്റ്റ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എനിക്കന്ന് ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിലിം വാങ്ങാനായിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. അന്ന് രാത്രി ഹോട്ടലിൽ താമസിക്കുമ്പോൾ വായിക്കാൻ പുസ്തകമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഹോട്ടലിലും ബൈബിൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ആഡം ആൻഡ് ഈവ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് കാണിച്ചപ്പോൾ ഇത് ഇന്ത്യയിൽ ആരും വിറ്റ് കാശാക്കിയില്ല, ഇത് ബൈബിളാണ്. അപ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വൃത്തിയായിട്ട് എടുക്കണം, വൾഗാരിറ്റി പാടില്ല. അപ്പോൾ അത് ഒരു രവിവർമ്മയുടെ പെയിൻറ്റിങ് പോലെ അതിനെ നീറ്റായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾ എന്തിനാണ് വൾഗാരിറ്റിക്ക് പോകുന്നത്? അതല്ലാതെ ആ ഒരു സജസ്റ്റീവ് മൂഡ് ഉണ്ടാക്കിയാൽ പോരെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് പലരോടും പറഞ്ഞപ്പോഴും ആർക്കും അത് മനസ്സിലായില്ല. നീ പ്രാന്താണ് പറയണത്, ഒന്നും ചെയ്യണ്ട, നീ ഇത്രയും നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ട് നീ പോയിട്ട് എന്തിനാ എങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കണമൊക്കെ എല്ലാവരും എതിർത്തു. അവസാനം അതിന് ഒരാൾ മാത്രം റെഡിയായിട്ട് വന്നു, അത് എഗ്രി ചെയ്തു. ഓക്കെ, ആകെ എനിക്കൊരു ഇത്ര ലക്ഷം രൂപ വേണ്ടി വരും പറഞ്ഞു, അത് തരാമെന്ന് പറഞ്ഞു, തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ തരുന്ന ആളുടെ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒരിക്കലും അത് റിസ്ക് വരാൻ പാടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു വെച്ചാൽ, ആകെ 2 സീനിലോ 3 സീനിലോ ഡയലോഗുള്ളൂ. അപ്പോൾ ആ 3 സീന് ഞാൻ 6 ഭാഷയിൽ എഴുതി. തെലുങ്ക്, തമിഴ്, കന്നഡം, മലയാളം, ഹിന്ദി ഒക്കെ എഴുതിയിട്ട് ആ 3 സീൻ മാത്രം എല്ലാ ഭാഷയിലും ഷൂട്ട് ചെയ്തു. എന്നിട്ട് 6 ഭാഷയിൽ സ്ട്രേറ്റ് ഫിലിം ആക്കി. സിനിമ കച്ചവടമായി. അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ബുദ്ധി ഉപയോഗിച്ചു. അപ്പോൾ അത് കാരണം ബാംഗ്ലൂരിലാണ് ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂർ അന്ന് 3 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. സബ്സിഡിയും കിട്ടി. എത്ര ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീരുമായിരുന്നു? 12 ലക്ഷം രൂപയ്ക്ക്. 3 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ സബ്സിഡിയും കിട്ടി. കന്നഡം റിലീസ് ചെയ്തു, തെലുങ്ക് റിലീസ് ചെയ്തു, തമിഴ് റിലീസ് ചെയ്തു, മലയാളം റിലീസ് ചെയ്തു, ഹിന്ദി റിലീസ് ചെയ്തു. അങ്ങനെ എല്ലാ ഭാഷയും റിലീസ് ചെയ്തു. അപ്പോൾ എല്ലാ ഭാഷയിലും സ്റ്റേറ്റ് ഫിലിം പറഞ്ഞ് സെൻസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഫിലിമിൻ്റെ മാർക്കറ്റ് കിട്ടി. അത് 2-2.25 കോടി രൂപയ്ക്ക് വിറ്റു. അന്ന്. അപ്പോൾ ആ റെക്കോർഡ് ഇപ്പോഴും ആർക്കും തകർക്കാൻ പറ്റിയില്ല. ഒരു 12 ലക്ഷം രൂപ പടത്തിൽ 2.25 കോടി ഉണ്ടാക്കാൻ ആർക്കും പറ്റിയില്ല. അന്നത്തെ 2.25 കോടി രൂപയുടെ വാല്യൂ ഇന്നത്തെ അതാ പറഞ്ഞത് 275 കോടിക്ക് പുറത്ത്. അത് തുല്യമാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ പിന്നെ അപ്പോൾ നമ്മളെ ശത്രുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക അതൊരു സോഫ്റ്റ് ഫോൺ മൂവിയാണ്, അല്ല പടം നല്ലതുകൊണ്ടൊന്നും ഓടിയല്ല. സത്യം പറഞ്ഞാൽ ടെക്നിക്കലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. കാരണം ഒരു റിഫ്ലക്ടർ പോലും ഉപയോഗിക്കാതെ, ഒരു ലൈറ്റ് പോലും ഇടാതെ, വെറും ക്യാമറ മാത്രം കയ്യിൽ വെച്ചിട്ട്. ഏത് ക്യാമറ ഷൂട്ട് ചെയ്തത്? ആരിഫ്ലെക്സ് ക്യാമറ. സാധാരണ ആരിഫ്ലെക്സ് ഒന്ന് ലക്ഷറി ആണല്ലോ അല്ലേ? ആരിഫ്ലെക്സ് ലക്ഷറി ആണല്ലോ. അല്ല അപ്പോഴേക്കും ആരിഫ്ലെക്സ് സിനിമാസ്കോപ്പ് ലെൻസ് ഉണ്ടെന്നുള്ളൂ, ലക്ഷറി ഒന്നും അല്ല. ആരിഫ്ലെക്സ് ലക്ഷറി ആയത് ഇപ്പോഴാണ്. അന്ന് ആരിഫ്ലെക്സിന് വിലയൊന്നും ഇല്ല. ഈ ദിവസവും 250 രൂപ വാടകയുള്ളൂ. അതിന് വലിയ ഇതൊന്നുമില്ല. കാരണം അത് ആരിഫ്ലെക്സ് ആണ്. സ്റ്റുഡിയോയിൽ നിന്ന് സിനിമകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ആരിഫ്ലെക്സിന് കൂടി. ആദ്യം ആരിഫ്ലെക്സിന് 500 രൂപ 1000 രൂപ വാടക വന്നു. പിന്നെ ആരിഫ്ലെക്സ് നിറഞ്ഞപ്പോൾ 250 രൂപ വാടകയൊക്കെ ആയി. ഇഷ്ടംപോലെ കിട്ടാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരിഫ്ലെക്സിന് മാർക്കില്ല. ഞാൻ അങ്ങനെ ഒരു ക്യാമറ മാത്രം എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ്സ് വേണ്ട, വേറെ എന്താണ് ആരും വേണ്ട പറഞ്ഞു. എന്താ പറയുക, ലൈറ്റ് ബോയ്സ് ഇല്ല, പ്രൊഡക്ഷൻ ബോയ്സ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊരു 12 പേര്. ഈ 12 പേര് എല്ലാ പണിയും ചെയ്യണം.
അതാണ് കണ്ടീഷൻ. ഡ്രൈവറും ഞാൻ തന്നെയാണ് ഒരു വണ്ടിയുടെ, ഞാൻ തന്നെ വണ്ടി ഓടിക്കും. അപ്പോൾ അത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ പെർമിഷൻ വാങ്ങാൻ ബാംഗ്ലൂർ പോയിട്ട് പെർമിഷൻ വാങ്ങണം. ബാംഗ്ലൂർ പെർമിഷൻ കിട്ടാൻ 2 ദിവസം പിടിക്കും. സബ്സിഡി കിട്ടണമെങ്കിൽ പെർമിഷൻ എടുക്കണം. പക്ഷെ ആ 2 ദിവസം വേസ്റ്റ് താമസിച്ചാൽ വെറുതെ വേസ്റ്റായി പോയതുകൊണ്ട് ആ 2 ദിവസങ്ങളിൽ ആ പെർമിഷൻ ഇല്ലാതെ പല സ്ഥലത്തും ഒളിഞ്ഞു പോയി ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ 3 മണിക്ക് ഇറങ്ങും. 3 മണിക്ക് ഇറങ്ങിയിട്ട് 5 മണിയാകുമ്പോഴേക്കും ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. എന്നിട്ട് വണ്ടിയൊക്കെ അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് ഡ്രൈവറോട് പറയും 1 മണി വരെ ഇങ്ങോട്ട് വരരുത്, 1 മണിയാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക, ഞങ്ങളിവിടെ വരും, 3 കഴിക്കാൻ പോകാം. അപ്പോൾ ഫോറസ്റ്റും അറിയത്തില്ല, ആരും അറിയില്ല, ഞങ്ങൾ കാട്ടിനുള്ളിൽ കയറി പോകും. പക്ഷേ അവൈലബിൾ ലൈറ്റ് ഉണ്ടാവുമോ? ആ അവൈലബിൾ ലൈറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്ത് മുഴുവൻ ഫുൾ പിക്ചർ. ഈസ്റ്റ്മൻ കളർ നെഗറ്റീവ് ഉപയോഗിച്ചു മുതൽ, അത് നല്ല നെഗറ്റീവാണ്, അത് ഉപയോഗിച്ചു. വെറും ഉള്ള സോഴ്സ് ആ ലൈറ്റ് തന്നെ ഷൂട്ട് ചെയ്ത്, അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത്. മുണ്ടൊക്കെയാണ് റിഫ്ലക്റ്റായിട്ട് ഉപയോഗിച്ചത്. അതിനുവേണ്ടി മുണ്ട് പോലും ആയിട്ടില്ല. അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് മുണ്ട് ഒരു വാങ്ങിച്ചിട്ട് പിടിക്കുന്നത്. സാറിന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ട് അത് മാറി, നല്ല ഫോട്ടോഗ്രാഫിയായി മാറി, നല്ല സിനിമ. ഞാൻ തന്നെയായിരുന്നു. അപ്പൊ സുകുമാർ സാറിന്റെ ഗുരുവും സാർ തന്നെയായിരിക്കും. അതെ അതെ, സുഖു തുടക്കം എൻ്റെ കൂടെ തന്നെയാണ്. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് ഇനി എൻ്റെ സ്റ്റൈൽ മാത്രം പഠിച്ചാൽ പോരാ, പറഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത 2-3 ക്യാമറമാരുടെ കൂടെ അവനെ ഈ 2 പടം വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൽ ഇത്രയും ഡയറക്ടേഴ്സും ക്യാമറമാരും 2 ചേട്ടന്മാരിൽ ഒരു സുഖു, ഞാന്, ഗോപിയേട്ടൻ, 3 പേര്. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, പക്ഷേ അവൻ പ്രൊഡക്ഷൻ മാനേജിങ്. അദ്ദേഹം മരിച്ചു പോയെന്ന് തോന്നുന്നില്ല. ഇല്ല, ഗോപിയേട്ടനാണ് മരിച്ചത്. ഗോപിയേട്ടനാണ് മരിച്ചു. വിജയനുണ്ട്, അവൻ പിന്നെ ബിൽഡറൊക്കെ ആയി മാറി, അവൻ പാലക്കാട് സെറ്റിലായി. ഒരു വിഷവൈദ്യനിൽ നിന്നൊരു കുടുംബത്തെ മുഴുവൻ കോടമ്പകത്തേക്ക് പറിച്ചതായിട്ട്. സാർ ഇപ്പം 170ഓളം സിനിമകൾ, ഈ 170ഓളം സിനിമകൾ ഏകദേശം 56 വർഷം ഞങ്ങളുടെ സിനിമയിലെ പേട്രന്മാരിൽ 7 ഭാഷകളിൽ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡം, ഹിന്ദി, ബംഗാളി, ഇപ്പം മറാഠി, 7 ഭാഷയായി. അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ഇനി ബാക്കി നിൽക്കുന്ന എന്തെങ്കിലും സാക്ഷാത്കരിക്കാൻ ബാക്കിയുള്ള സിനിമ സങ്കല്പമുണ്ടോ? ഇനിയും ഉണ്ടോന്ന്? ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. അതൊരിക്കലും മാറുന്നില്ല. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ പുതിയ ഇതായിട്ട് ആശയങ്ങളായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ഞാനിപ്പോൾ അടുത്ത ആഴ്ച, അത് May 1st week ഇപ്പം തുടങ്ങേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് കറക്ഷൻ കൊണ്ട് തുടങ്ങിയില്ല. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാൽ അതിൻ്റെ പിറ്റേ സമയത്ത് ഞാൻ ഷൂട്ടിങ് തുടങ്ങുകയാണ്. അതൊരു വ്യത്യസ്തമായ സബ്ജക്റ്റാണ്, ഡിഫറെൻ്റ് ആയിട്ട്. മലയാളത്തിൽ? അത് മലയാളത്തിലാണ്. അപ്പം ഇനി ഒരുപാട് ബാല്യം അംഗത്തിന് ബാക്കിയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ഇതൊരു അനുഗ്രഹീത നിമിഷമായി ഞങ്ങളൊക്കെ കാണുക. ഇപ്പൊ 72 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു. ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും അറിയാൻ, അങ്ങയുടെ വാക്കുകൾ കൂടി അറിയാൻ താല്പര്യമുള്ളത് സീമയെ പറ്റിയായിരിക്കും. സീമ, എനിക്കൊരിക്കലും സീമ ഒരു ആർട്ടിസ്റ്റായിട്ട് തോന്നാറില്ല. ഞങ്ങളുടെ വീട്ടിലൊരാളെ പോലെ, മെമ്പറെ പോലെ. കാരണം അങ്ങനെ കുറച്ച് പേര് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സീമ, ശ്രീവിദ്യ, സുകുമാരി ചേച്ചി, ഇവരൊന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ടോ ഒരു ഷൂട്ടിങ്ങിന് വരുന്ന പോലെ, ദിവസവും ഫാമിലി മെമ്പേഴ്സിനെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം അവരെന്നും ഉണ്ടാവുമായിരുന്നു, എൻ്റെ പടങ്ങളിലൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്നിട്ട്, ഞാൻ പറയില്ല, ഞാൻ അന്നൊക്കെ ഈ 14 ദിവസം 15 ദിവസം കൊണ്ടാണ് ഒരു സിനിമ തീർക്കുന്നത്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ വൈകുന്നേരം വരാൻ ലേറ്റാവും, രാത്രി 2 മണിക്ക് ഷൂട്ടിങ് അതിൻ്റെ പേരിൽ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞതൊക്കെ എടുത്ത് അവർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ വാഷ് ചെയ്ത് ഉണക്കി മടക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവർ പറയും നാളത്തേക്ക് ഇടാൻ ഡ്രസ്സ് ആ കട്ടറിൽ വെച്ചിട്ടുണ്ട്, അത് ഇട്ടാൽ മതി പറയും. അതും മാത്രമല്ല, പലപ്പോഴും അവർ രാത്രി 10 മണിക്കൊന്നും ആഹാരം കഴിക്കാതെ വെയിറ്റ് ചെയ്യും. അവൻ മാത്രം അവിടെ പണി എടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ ആഹാരം കഴിക്കണം. കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് 1 മണിവരെയൊക്കെ സീമയും ശ്രീവിദ്യയും സുകുമാരി ചേച്ചിയൊക്കെ വെയിറ്റ് ചെയ്യും ആഹാരം കഴിക്കാതെ. ഞാൻ വന്നിട്ട് കൂടി ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. അതൊക്കെ ആ ബന്ധങ്ങളൊന്നും അതിനുശേഷം ഉണ്ടായ തലമുറകളിലൊന്നും കാണാൻ പറ്റിയില്ല. സീമ എന്ന് പറഞ്ഞാൽ, ശശിയേട്ടൻ സീമയുടെ ഡേറ്റ് വേണമെങ്കിൽ സീമ പറയും ചന്ദ്രേട്ടനോട് പോയി ചോദിച്ചോളാം. പറയുമ്പോൾ ഹസ്ബൻഡാണ് പറയും, അതൊന്നും അറിയില്ല, ചന്ദ്രേട്ടനോട് പോയി ചോദിച്ചോളാം പറയും. ചന്ദ്രേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കില്ല, ചന്ദ്രേട്ടൻ ഞാൻ ഡേറ്റ് ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കില്ല പറയും. എന്നിട്ട് ശശിയേട്ടൻ വന്നിട്ടാ ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടറാ, എനിക്ക് 4 സീൻ എടുക്കണ്ടാ. അപ്പോൾ ഞാൻ ചിരിക്കും ഇരുന്നിട്ട്. ആദിബാബൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സൗഹൃദം ഗുണമായ ദോഷമായോ? കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഗുണമായ ദോഷമായോ? ഏത് തരത്തിൽ? അല്ല, സാധാരണഗതിയിൽ
ഇവരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇവരായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. ഇവർ ആദ്യഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ ഇവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്ന തന്നെ കാര്യം. അങ്ങനെയായിരുന്നു അല്ലേ? ഇവർക്ക് ആർക്കും അറിയില്ല ഞാൻ എവിടെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനൊരു സുപ്രഭാതത്തിൽ വാനിഷായി കാണാനില്ല. ഞാൻ പോയി കർണാടകയിൽ പോയി നടന്ന് ഷൂട്ട് ചെയ്തു. ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഈ പടം സൂപ്പർ ഹിറ്റായ ശേഷമാണ് എല്ലാവരും അറിയണം ഇങ്ങനെ പോസ്റ്റേഴ്സ് വന്നു. പടം സൂപ്പർ ഹിറ്റായെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയണത്. നീ എന്താണ് ഞങ്ങളൊന്നും പറയില്ല, നിങ്ങൾക്കൊന്നും പറ്റിയ റോളില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ ഈ ആദ്യ ഭാഗത്തിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ അത് സാറ് അത് പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യം ഞാൻ പറയാറുണ്ട്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണല്ലോ. അപ്പോൾ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം, സ്കിൻ ടോൺ നന്നായിരിക്കണം, ആ മുടി, കണ്ണ്, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ എക്സ്പോഷർ ഉണ്ട്, ന്യൂഡിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആരും വില്ലിങ് അല്ല. പിന്നെ ചിലർ വില്ലിങ്ങായി വന്നപ്പോൾ എനിക്ക് അവർ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവർ ശരീരപ്രകൃതിയും ഒക്കെ നോക്കുമ്പോൾ അത് മാച്ചാവുന്നില്ല, എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ. അങ്ങനെ ഞാൻ ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ ഈവൻ റെഡ് ലൈറ്റ് ഏരിയയിലൊക്കെ പോയിട്ട് വരെ ഹീറോയിനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഒരു 600-700 പെണ്ണുങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും എനിക്ക് തൃപ്തിയായില്ല. പിന്നെ ചിലർ ഓക്കെ വരുമ്പോൾ ഒന്നില്ല ഇവിടെ വാക്സിനേഷൻ്റെ മാർക്കുണ്ടാവും. അന്നൊന്നും വാക്സിനേഷനും മായ്ച്ചു കളയാനുള്ള മേക്കപ്പ് ഒന്നും നമ്മുടെ കയ്യിലില്ല. വലിയ പാടാണ്. 2 മാർക്കും ഉണ്ടാവും. പിന്നെ അതുകൂടെ ഇവിടെ വേറെ എന്തോ ഇതിൻ്റെ എടുത്തൊരു മാർക്കും ഉണ്ടാവും. ഇതൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കും. അന്ന് മേക്കപ്പ് ഒന്നും അത്രയൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കി അവസാനം ഞാൻ വളരെ അപ്സെറ്റായിരുന്നു. എന്ത് ചെയ്യും? അപ്പോൾ ഒരു പയ്യനെ കിട്ടി അഭിനയിക്കാൻ. അവനൊരു റെയിൽവേയിലുള്ള ഒരുത്തനാണ്. അവനൊരു മിസ്റ്റർ ചെന്നൈയോ അങ്ങനെ എന്തോണ്. അപ്പോൾ അവൻ വില്ലിങ്ങാണ് പറഞ്ഞു, അഭിനയിക്കാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലൊരു കുട്ടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പോൾ വരാറുണ്ട്. ഞാൻ വണ്ടി ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഐ എം സോ ആൻഡ് സോ. എൻ്റെ കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ ഒരു ഫിലിം ഡയറക്ടറാണ്, നിങ്ങളൊരു ഫിലിമിന് വേണ്ടി സംസാരിക്കാനാണ് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നെ മോശിക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ ശരി വരൂ എന്ന് മാത്രം പറഞ്ഞു. വീട്ടിൽ പോയപ്പോഴേ അറിയണേ ആ കുട്ടി ഏതാണ്ട് 1 കൊല്ലമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് ചാൻസിന് വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് ഒരു ചാൻസും കിട്ടാതെ നടക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആ കുട്ടീനെ അന്വേഷിച്ച് ചാൻസ് വരുന്നത്. പക്ഷേ ഞാൻ പോയപ്പോൾ ആ കുട്ടിയുടെ പോയി പറഞ്ഞു, അവൻ എങ്ങനെയാണ് റോള് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലയെന്ന് മാത്രമല്ല, വളരെ ഒരു പുവർ ഫാമിലിയാണ്. 6 അനിയത്തിമാരുണ്ട്. അച്ഛൻ ലോറി ഡ്രൈവറാണ്. അപ്പോൾ അവർ ഒരു മുസ്ലിം ഫാമിലിയാണ് അവർ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഈ റോള് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതോടുകൂടി നിങ്ങളെ ഇൻഡസ്ട്രി പിന്നെ ആരും വിളിക്കില്ല, ചിലപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബൂസ്റ്റായിരിക്കാം. സോ അപ്പോൾ എന്നെ നാളെ ബ്ലെയിം ചെയ്യരുത്, ഞാൻ അതുകൊണ്ട് സത്യം തുറന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് റോള്, എക്സ്പോഷർ ഉണ്ടാവും, ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് പ്രശ്നമല്ല, ഞാൻ വരാം, എനിക്കിപ്പോൾ റോള് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. ഞാൻ 1 കൊല്ലമായിട്ട് സ്ട്രഗിൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പൈസ വേണം? അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോ, കാരണം ഈ സിനിമ ചന്ദ്രകുമാറിൻ്റെ പേരിൽ ഓടില്ല, ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും സിനിമ ഓടുന്നത്. കാരണം നിങ്ങളുടെ ബ്യൂട്ടി ആയിരിക്കും ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോണത്, അല്ലാതെ എൻ്റെ എന്ത് കഴിവുണ്ട് പറഞ്ഞാലും എന്നെ ആരും അറിയാൻ പോണില്ല അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കൈ കാണിച്ചു. അത് ഞാൻ ചോദിച്ചു, ആ കുട്ടി 5 lakhs ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടി 5000 ഉറുപ്പ്യാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, നിങ്ങൾ അങ്ങനെ പറയണ്ട, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തരാം. നിങ്ങളിങ്ങനെ എൻ്റെ പ്രൊഡ്യൂസർക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവരത് മതിയല്ലോ എന്ന് വിചാരിക്കും, കാരണം കച്ചവടക്കാരങ്ങനെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ മാത്രം കേട്ടു വിട്ടേക്കൂ, പറയേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു 25,000 rupees അഡ്വാൻസ് കൊടുക്കാൻ റെഡി ആയപ്പോൾ കുട്ടി പറഞ്ഞു, അയ്യോ ഇത്രയൊന്നും പൈസ തരണ്ട, എൻ്റെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞാൻ എത്ര വേണമെന്ന് ചോദിച്ചാൽ ഒരു 1000 രൂപ തന്നാൽ മതി. ആദ്യം ചോദിച്ചത് 100 രൂപ റേഷൻ വാങ്ങാൻ തരുമെന്നാണ് ചോദിച്ചത്. ഞാൻ ഉടനെ 1000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അത് സാറിലെ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിളിച്ചുകൊണ്ട് ബാങ്കിൽ, ആ കുട്ടിക്ക് എഴുതാനൊന്നും അറിയില്ല പറഞ്ഞു. സാറിലെ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞു കൊടുത്തിട്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി 25,000 രൂപ ഞാൻ വേറെ അതിലിട്ട് കൊടുത്ത് അക്കൗണ്ട് തുടങ്ങിപ്പിച്ചു.
എന്നിട്ട് വന്നിട്ട് അങ്ങനെയാണ് ആ കുട്ടി അഭിനയിക്കുക. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ചിലപ്പോൾ ന്യൂഡിറ്റിയൊക്കെ അഭിനയിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുള്ളൂ, എൻ്റെ കൂടെ ആരും ഫാമിലി ഞാൻ കൂട്ടിയിട്ട് വരില്ല. ഞാൻ സോക്കെ വരില്ല, നിനക്കുള്ള സേഫ്റ്റി ഞങ്ങൾ തരും, അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട, എൻ്റെ കൂടെയാണല്ലോ വരുന്നത്, പേടിക്കണ്ടായിരുന്നു. പോയിരുന്നു. ഞങ്ങൾ പറയില്ല. അപ്പം ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ ഈ ട്രാവലിങ് ആൻഡ് ഷൂട്ടിങ് ആയതുകൊണ്ട് എല്ലാവരുടെയും പ്രോപ്പർ ഹോട്ടലിൽ നിന്നും കിട്ടില്ല. ചിലപ്പോൾ ചെറിയ സ്ഥലമൊക്കെ കിട്ടുക. കിട്ടുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു റൂം എടുത്തിട്ട് ഞങ്ങൾ 5 പേരൊക്കെ റൂമിൽ കിടക്കണം. അപ്പോൾ ഇവള് ഒരു കോർണറിൽ ഒരു പായ വിരിച്ച് ചുരുണ്ട് കിടന്നുറങ്ങും. ഞങ്ങൾ ബാക്കിയുള്ളവർ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഞങ്ങളൊക്കെ കുളിച്ച് റെഡിയായ ശേഷം ഞങ്ങൾ പുറത്ത് പോയ ശേഷം അവൾ ഉള്ളിൽ പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വരും. അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് രാവിലെ എവിടെന്നെങ്കിലും കിട്ടുന്ന ചായക്കടയിൽ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇല്ലെങ്കിൽ രാത്രി വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റും ആപ്പിളും ഒക്കെ കഴിച്ചിട്ട് തോളിൽ ഒരു സഞ്ചിയിൽ ഒരു ബോട്ടിൽ വെള്ളവും ഒരാപ്പിളും ബിസ്ക്കറ്റും ഇട്ട് കാട്ടിനുള്ളിൽ കയറുകയാണ്. കാരണം പിന്നെ ഉച്ചയ്ക്കല്ലേ വരുള്ളൂ പുറത്ത്. അപ്പോൾ അതുവരെ ഞങ്ങൾ വിശന്ന എന്തെങ്കിലും കഴിക്കാൻ ഇത് തന്നെ ഉള്ളൂ കയ്യിൽ. ഈ 12 അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചിലവെന്നൊക്കെ പറഞ്ഞാൽ ഈ 87 ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആകെ ഒരു ദിവസത്തെ ചിലവ് പറഞ്ഞാൽ 1000 ഉറുപ്പ്യൊക്കെ ഉള്ളൂ. കാരണം ഫുഡൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. രാത്രി മാത്രമാണ് മര്യാദയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. പകലൊക്കെ ഒന്നുമില്ല. അതും ഈ കർണാടകയിലൊക്കെ വില്ലേജിൽ പോയാൽ നല്ല ഫുഡൊന്നും കിട്ടില്ല, എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ ഉള്ളൂ. അങ്ങനെ കഴിച്ച് കഷ്ടപ്പെട്ടു. ആ പടം കഴിഞ്ഞു. അവൾ ആ പടം കഴിഞ്ഞപ്പോഴേക്കും അവൾ തെലുങ്കിൽ ബിസിയായി, തമിഴിൽ ബിസിയായി, കന്നഡത്തിൽ ബിസിയായി. ഇപ്പോൾ 60 ഏക്കർ 65 ഏക്കർ എസ്റ്റേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാപ്പി ആയിട്ട് അവൾ ജാതകം മാറ്റി കൂർഗിൽ താമസിക്കുന്നു.